ഹായ് ഗായ്സ്, നാളെ കർക്കിടകം 1 ഇന്ന് വീട്ടിൽ മധുരമൊക്കെ വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് മധുരമൊക്കെ വെച്ച് കൊടുക്കുന്നത് കാണാം. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അമ്മ പറഞ്ഞിന് നാളെ കർക്കിടകം 1 അതുകൊണ്ട് മധുരം ഉണ്ടാക്കി വെച്ചൊക്കെ കൊടുക്കണമെന്ന്. നമുക്ക് ഉണ്ടാക്കുകയൊക്കെ ചെയ്യല്ലേ. ഹായ് ഗായ്സ്, അപ്പോൾ നമുക്ക് മധുരം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയല്ലോ. എനിക്ക് വലിയ അറിവൊന്നുമില്ല, ഉണ്ടാക്കി നോക്കാം. അങ്ങനെതാ ഒരു തേങ്ങ മുഴുവൻ ചിരവെടുക്കണം കേട്ടോ. ആദ്യം ഞാനൊരു മുറി തേങ്ങയും കാര്യങ്ങളൊക്കെ ഒന്ന് ചിരവെടുത്ത് സെറ്റാക്കണം. അതിലേക്ക് ശർക്കരയൊക്കെ ഇട്ട് നന്നാക്കി മിക്സാക്കണം. അങ്ങനെ ഇതാ 2 അണി ശർക്കരയൊക്കെ പൊടിച്ച് അതിലിട്ടിട്ടുണ്ട്. ഇനി കൈയോടെ നന്നാക്കി തിരുമ്മി കൊടുക്കല്ലേ നമുക്ക്. അങ്ങനെ ഇതാ കറക്റ്റ് ഇതാ നല്ലപോലെ മിക്സാക്കുകയാണ്. അതിൻ്റെ ഇടയിൽ പത്തിരിക്കുള്ളത് കുഴച്ച് വെച്ചിട്ടുണ്ട്. അടയാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കണേ. ലാസ്റ്റ് എന്താവാന്നൊക്കെ കണ്ടറിയേണ്ടി വരും. അങ്ങനെ ഇതാ ഉരുളൊക്കെ ഉരുട്ടി വെക്കാണ് കേട്ടോ പത്തിരിക്കുള്ള. അങ്ങനെ കുറച്ച് ഉണ്ടാക്കുന്നുണ്ട്. എന്താ പാടുന്നൊന്നും അറിയില്ല കേട്ടോ. ഞാൻ ഈ സാധനം ഇതുവരെ ഉണ്ടാക്കാത്ത ഒരാളാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം. അമ്മ ഉണ്ടാക്കണതൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. അങ്ങനെ എന്താ പത്തിരിക്കുള്ള പോലെയൊക്കെ ഒന്ന് പരത്തി അതിൻ്റെ നടുവിൽ നമ്മൾ തേങ്ങയും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ നന്നാക്കി കഴിക്കലുണ്ട്. ഇലയൊക്കെ ഇതിൻ്റെ ഇടയിൽ മുറിച്ചൊക്കെ കൊണ്ടുവന്ന് വായിക്കാനോ? എന്നാൽ ബുക്ക് വായിക്കണ്ട, പത്രം ഉണ്ടോ വായിച്ചു? ഒരു സാധനം ഉണ്ടാക്കണതിൻ്റെ ഇടയിൽ തുമ്പിമോളൊന്ന് ഓരോ സംശയം ഓരോന്ന് ചോദിക്കണം. എങ്ങനെയോ കഷ്ടപ്പെട്ട് മടക്കി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഒത്തിരി വെള്ളം കൂടിയോണ്ട് ചെറുതായിട്ട് പൊട്ടുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അത് പൊട്ടാതെ ഇലയിലേക്ക് എടുത്ത് നമുക്ക് ആവി കയറ്റി വേവിക്കണം കേട്ടോ. ചിലത് ഷേപ്പും കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ഞാൻ വഴിയെ കാണിച്ചിട്ട്. അങ്ങനെ അതാ മുറിച്ച് കൊണ്ടുവന്ന ഇലയിലേക്ക് നമ്മൾ അട മാറ്റി വെക്കുകയാണ്. ഞാൻ ഒരു സെറ്റ് കംപ്ലീറ്റ് ആയതിൻ്റെ ശേഷം ഇഡ്ഡലി തട്ടിൽ വെച്ച് ആവിയിൽ വേവിക്കുകയാണ് കേട്ടോ ചെയ്യുക. എന്താ ഓൾമോസ്റ്റ് ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു മുറി തേങ്ങയിൽ അടയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി നമ്മളിതാ ഇഡ്ഡലി തട്ട് അടയ്ക്കാൻ പോവാണ്. ഇനി കുറച്ച് സമയം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് തുറന്ന് നോക്കട്ടോ എന്താ പാട്. അങ്ങനെ ഇതാ 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുകയാണ്. ഏകദേശം ആയിട്ടുണ്ടെന്നാണ് തോന്നണത്. ഇതാണ് അട. കാണാൻ വലിയ ഗുമ്മില്ല. മറ്റേത് ഇതാ ഒരു ഷേപ്പൊക്കെ മാറിയ അടയാണ് കേട്ടോ. അതിന് പേരൊന്നും ഇട്ടിട്ടില്ല. കട്ടൻ ചായ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് വെച്ചൊക്കെ കൊടുത്ത് ചായയൊക്കെ കുടിക്കുക കേട്ടോ. എന്താ കാശിക്കുട്ടൻ എന്ത് കണ്ടേമ്പട അവന് ഭയങ്കര ഇഷ്ടമായേ. അവനൊരു കഷ്ണം വായിലേക്ക് വെച്ച് കൊടുത്തതിൻ്റെ ശേഷം അടുത്തത് പെട്ടെന്ന് തന്നെ ആള് വേഗം തീർക്കുന്നുണ്ട്. ഇപ്പോൾ ഇനിയുള്ളതും അവൻ തീർക്കുന്നു കണ്ടപ്പോൾ ഞങ്ങളെല്ലാവരും വേഗം ഇരുന്ന് ചായയൊക്കെ കുടിച്ചിട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾക്കുള്ളതും കൂടി കാശിക്കുട്ടൻ പെട്ടെന്ന് തന്നെ അകത്താക്കും. കേട്ടോ കാശിക്കുട്ടന് വേഗം ഇഷ്ടമായി. അവൻ വീണ്ടും അപ്പാപ്പെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അവനിതാ കൊടുത്ത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ചായ കുടിക്കാൻ ഇരിക്കുകയാണ്. അപ്പോൾ കാശിക്കുട്ടൻ പിന്നെയും അച്ഛൻ്റെ അടുത്തേക്ക് ഓടിപ്പോവാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ അച്ഛൻ്റെ ഓരിയും കൂടി. അങ്ങനെ അച്ഛനും അവന് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ചായ കുടിക്കണതിൻ്റെ ഇടയിൽ അവനും ചായ കുടിക്കായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വെച്ചുകൊടുക്കലും കാര്യങ്ങളും കഴിഞ്ഞ് കറക്കിടക്കാം. ഒന്നാമത് ശീബോധിക്കൊക്കെ വെച്ചുകൊടുക്കാണ് കേട്ടോ. അമ്മ കുളിച്ചും കാനി പലകയും കിണ്ടിയും ഓരോ ചെടിയും കാര്യങ്ങളൊക്കെ പറിക്കാനുണ്ട് കേട്ടോ. അമ്മ അതൊക്കെ പറിക്കാൻ ഇറങ്ങാൻ പോവാണ്. കുടയൊക്കെ വെച്ചിട്ടിട്ടോ. നല്ല മഴയാണ്. ഞാനിതാ കുളിച്ച് വന്നിട്ടുണ്ട്. കാശിക്കുട്ട ബാക്കിയുള്ള കാര്യങ്ങൾ അവൻ തീരുമാനമാക്കി തരും ഇന്നത്തെ ശീബോധി. അപ്പോൾ ഇന്നത്തെ വിശേഷത്തിലുള്ളതൊക്കെ ബായ്.